നമസ്കാരം, വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം. 2026 ആഗസ്റ്റ് 17 ചിങ്ങം പിറക്കുകയാണ്. അപ്പോൾ ആഗസ്റ്റ് 17 രാവിലെ 8 AM സൂര്യൻ സ്വക്ഷേത്രമായ ചിങ്ങം രാശിയിലേക്ക് രാശി മാറുന്നത്. ഓക്കെ, അപ്പോൾ 4 രാശിക്കാർക്കാണ് നേട്ടം കൂടുതൽ സൂര്യൻ്റെ രാശി മാറ്റം കൊണ്ട്. ഓക്കെ, അപ്പോൾ ചിങ്ങമാസം മുഴുവൻ നേട്ടങ്ങൾ കൊയ്യുന്ന രാശിക്കാരുടെ കാര്യമാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ സൂര്യൻ കൊണ്ട് അനുഗ്രഹം കിട്ടുന്ന രാശിക്കാർക്ക് കിട്ടുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് ഏകദേശം നിങ്ങൾക്കറിയാം. പ്രധാനമായിട്ടും തൊഴിൽപരമായിട്ടുള്ള നേട്ടം, പിന്നെ പിതൃഗുണം, സന്താന നേട്ടം, ഇവയൊക്കെയാണ് പ്രധാനമായിട്ട് സൂര്യൻ്റെ അനുഗ്രഹങ്ങളിൽ പെടുന്നത്. ഓക്കെ, അപ്പോൾ ഞങ്ങൾ സൂര്യൻ മാത്രം അനുകൂലമായിട്ടും കാര്യമില്ല. അപ്പോൾ മറ്റ് ഗ്രഹങ്ങളുടെയൊക്കെ സ്വാധീനവും അതിനെ ബാധിക്കും, സ്വാധീനിക്കും. അപ്പോൾ ഏറ്റവും കൂടുതൽ നേട്ടം നേടുന്ന രാശിക്കാരുടെ കാര്യം അവസാനം പറയാം. 4ാം സ്ഥാനം കിട്ടുന്ന രാശിക്കാരുടെ കാര്യം ആദ്യം പറയാം. 3ാം സ്ഥാനം, 2ാം സ്ഥാനം, പിന്നെ ഏറ്റവും അവസാനം ഒടുവിൽ ഏറ്റവും കൂടുതൽ നേട്ടം നേടുന്ന രാശിക്കാരുടെ കാര്യം അവസാനം പറയാം. ഓക്കെ, പിന്നെ നിങ്ങളുടെ ജ്യോതിഷപരമായ സംശയങ്ങൾക്ക് ഞാൻ വാട്സാപ്പിലൂടെ മറുപടി പറയുന്നതാണ്. ഫോൺ വിളിക്കരുത്. ഓക്കെ, പകരം വാട്സാപ്പിൽ മെസ്സേജ് അയക്കാം. ഓക്കെ, അപ്പോൾ എൻ്റെ വാട്സാപ്പ് നമ്പർ 9847291363. ദയവ് ഫോൺ വിളിക്കരുത്. പിന്നെ തീർച്ചയായിട്ടും ഓരോ രാശിക്കാർക്കും പ്രത്യേക കാലഘട്ടത്തിൽ അപ്പോൾ ഇത് ഇടയ്ക്ക് ഫോൺ വന്ന് അതാണ് ഒന്ന് ബ്രേക്കായത്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന ഇതാണ്, സൂര്യൻ അനുഗ്രഹിക്കുന്ന രാശിക്കാർ 4 പേരാണ്. സൂര്യൻ്റെ അനുഗ്രഹങ്ങൾ നിങ്ങൾക്കറിയാം. അപ്പോൾ ഇതൊക്കെ പറഞ്ഞു തരുന്നതിന്, അതായത് ഈ ഓരോ രാശിക്കാർക്കും പ്രത്യേക കാലഘട്ടം എന്ന് പറയാൻ ഒക്കത്തില്ല, ചില പ്രത്യേക 2-3 ദിവസങ്ങളിൽ പെട്ടെന്ന് ഇടിവെട്ട് സൗഭാഗ്യമൊക്കെ വരുമ്പോൾ ഞങ്ങൾ അതിനെപ്പറ്റി വീഡിയോ ഇടാറുണ്ട്. അപ്പോൾ അത് കൂടാതെ 2 ദിവസം കൂടുമ്പോൾ ദിനഫലം, രാശിഫലം ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അത് ഞങ്ങൾ മാത്രമാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ ഒരു സർവീസാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ സർവീസ് സേവനം നിങ്ങൾക്ക് തുടർച്ചയായിട്ട് കൃത്യമായിട്ട് കിട്ടാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, പിന്നെ നിങ്ങളുടെ ജ്യോതിഷപരമായ സംശയങ്ങൾക്ക് ഞാനുമായിട്ട് ബന്ധപ്പെടാം വാട്സാപ്പിലൂടെ. വാട്സാപ്പ് നമ്പർ ഒരിക്കൽ കൂടി പറയാം, 9847291363. അപ്പോൾ സൂര്യൻ്റെ ഈ അനുഗ്രഹങ്ങളെക്കുറിച്ച് കുറച്ച് വിവരണം പറയാം. തൊഴിൽപരമായിട്ടുള്ള നേട്ടമെന്ന് നമ്മൾ ഈ ദിനഫലത്തിൽ പറഞ്ഞു പോകുന്നുണ്ട്. ദിനഫലത്തിൽ പറയുന്നത് എങ്ങനെയാണ്? സൂര്യ അനുകൂലമാണെങ്കിൽ നമ്മൾ പറയും തൊഴിൽ നേട്ടം ഉണ്ടാവും, പിതൃഗുണം ഉണ്ടാവും, സന്താന നേട്ടം ഉണ്ടാവും. ഈ 3 വാക്കുകളെ നമ്മൾ പറഞ്ഞ് പോകുള്ളൂ. ദിനഫലത്തിൽ ഏറ്റവും ചുരുക്കി ഒരു ദിവസം മിനിമം അറിഞ്ഞിരിക്കേണ്ട ജ്യോതിഷ വിവരങ്ങളാണ് അതിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ വിവരണം പറയാം. തൊഴിൽ ഭാഗ്യം എന്ന് പറയുമ്പോൾ തൊഴിൽ തേടുന്ന ചെറുപ്പക്കാർക്ക് ഒരു ജോലി ലഭിക്കാം. ഈ രാശികളിൽ പെടുന്ന രാശിക്കാർക്ക്. ഓക്കെ, അതുപോലെ തന്നെ തൊഴിലുള്ളവർക്ക് തന്നെ പ്രൊമോഷൻ കിട്ടാം, ശമ്പള വർധനവ് കിട്ടാം. പിന്നെ ഈ തൊഴിലുടമകളുടെ അല്ലെങ്കിൽ മേലുദ്യോഗസ്ഥരുടെ പ്രീതിക്ക് പാത്രമാവും. അതുപോലെ ഗവൺമെൻറ് തലത്തിൽ നിങ്ങൾക്ക് പല തരത്തിലുള്ള നേട്ടങ്ങളുണ്ടാവും. അതുപോലെ തന്നെ ബിസിനസ്സുകാർക്ക് കൂടുതൽ
ബിസിനസ് നടക്കും. അതുപോലെ തന്നെ ജോലിയുള്ളവർക്ക് തന്നെ പുതിയൊരു ജോലി കൂടുതൽ ശമ്പളത്തോടെ കിട്ടാം. അതുപോലെ തന്നെ സ്ഥലം മാറ്റം, അതായത് വീടിനടുത്തേക്ക് സ്ഥലം മാറ്റം കിട്ടാം. പിന്നെ കിട്ടാനുണ്ടായിരുന്ന ആനുകൂല്യങ്ങൾ, ഏതെങ്കിലും കാരണത്തിൽ തടഞ്ഞു നിന്നിരുന്ന ആനുകൂല്യങ്ങൾ നിങ്ങൾക്ക് ഒരുമിച്ച് കിട്ടാം ഈ ചിങ്ങമാസത്തിൽ. അതുപോലെ തന്നെ പിതൃഗുണം എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും പിതൃസ്വത്ത് ലഭിക്കാം. ചൊവ്വയും കൂടി അനുകൂലമാകുന്നവർക്ക് കൂടുതൽ നേട്ടം. കുറഞ്ഞ വർഷം പ്രതികൂലമല്ലാത്ത ഒരവസ്ഥയിലാണ് ചൊവ്വ നിൽക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സൂര്യൻ്റെയും ചൊവ്വയുടെയും അനുഗ്രഹങ്ങൾ ഒരുമിച്ച് കിട്ടുമ്പോൾ നിങ്ങൾക്ക് ഭൂമി സംബന്ധം, അതായത് പിതൃസ്വത്തുമായിട്ട് ബന്ധപ്പെട്ട് നേട്ടങ്ങളുണ്ടാവാം. ചിലപ്പോൾ പിതൃസ്വത്ത് കൈവരാം, നിങ്ങളുടെ പേരിൽ രജിസ്റ്റർ ആവാം. അതുപോലെ തന്നെ പൈതൃക സ്വത്തുമായിട്ട് ബന്ധപ്പെട്ട് ഭൂമി ക്രയവിക്രയങ്ങളിലൂടെ എന്ന് പറയുമ്പോൾ ഭൂമി വിൽപ്പന, അല്ലെങ്കിൽ ലോൺ വെക്കുക, അല്ലെങ്കിൽ കൃഷിയിൽ നിന്നുള്ള ആദായം, അല്ലെങ്കിൽ വാടക വീടാണെങ്കിൽ അത് ആയിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിൽ നേട്ടമുണ്ടാവാം. നല്ലൊരു വാടകക്കാരനെ കിട്ടിയെന്ന് വരാം. കൂടുതൽ വാടക തരുന്ന കൃത്യമായിട്ട് വാടക തരുന്ന ഒരു വാടകക്കാരനെ കിട്ടിയെന്ന് വരാം. അങ്ങനെ അതുപോലെ തന്നെ പിതാവിന് ഐശ്വര്യം, നിങ്ങളുടെ പിതാവിന് എന്തെങ്കിലും രോഗാവസ്ഥ ഉണ്ടെങ്കിൽ ആ രോഗം ശമിക്കാനും സാധ്യതയുണ്ട്. ഓക്കെ, അത് പിതാവുമായിട്ട് ബന്ധപ്പെട്ട് മാത്രമല്ല, പിതൃതുല്യരായവർക്കും ഗുരുതുല്യരായവർക്കും മാതാവിനും മാതൃതുല്യരായവർക്കും തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ മാതാപിതാക്കൾക്കും ഗുരുജനങ്ങൾക്കുമൊക്കെ ഐശ്വര്യം ഉണ്ടാവും. അവരിൽ നിന്ന് നിങ്ങൾക്ക് അനുഗ്രഹങ്ങളുണ്ടാവും. അതുപോലെ തന്നെ ഇപ്പോൾ പെട്ടെന്ന് ഒരു ലോണിന് വേണ്ടി നിങ്ങൾ ബാങ്കിൽ ചെല്ലുമ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ പിതാവുമായിട്ട് ബന്ധപ്പെട്ട നിങ്ങളുടെ പിതാവിൻ്റെ പേരിൽ നിങ്ങളോട് വളരെയധികം താല്പര്യമുള്ള ഒരു വ്യക്തിയായിരിക്കും ബാങ്ക് മാനേജർ അല്ലെങ്കിൽ ലോൺ സെക്ഷനിലുള്ളവർ. അപ്പോൾ ആ ലോണൊക്കെ നിങ്ങൾക്ക് കൂടുതൽ എളുപ്പത്തിൽ ലഭിക്കാം. പിന്നെ സന്താന നേട്ടം എന്ന് പറയുമ്പോൾ സന്താനങ്ങളില്ലാത്ത ദമ്പതികൾക്ക് ഒരു പുതിയ കുട്ടിയെ ലഭിക്കാം. പിന്നെ മുതിർന്ന സന്താനങ്ങളാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ അവരിൽ നിന്ന് എല്ലാ തരത്തിലുള്ള അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കാം. ചെറിയ കുട്ടികളാണെങ്കിൽ അവർക്ക് വിദ്യാഭ്യാസത്തിലും മറ്റ് മേഖലകളിലും നേട്ടങ്ങളുണ്ടാവാം. അങ്ങനെ നിരവധി നേട്ടങ്ങളാണ് സൂര്യനുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കിട്ടുക പ്രധാനമായിട്ടും. ഓക്കെ, അപ്പോൾ ഈ സൂര്യൻ മാത്രം അനുകൂലമായിട്ടും കാര്യമില്ല. ഓക്കെ, മറ്റ് ഗ്രഹങ്ങളുമൊക്കെ അനുകൂലമായിട്ട് വരണം. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഈ പ്രധാനമായിട്ടും 4 രാശിക്കാർക്കാണ് നേട്ടം വരുന്നത്. അതിൽ 4ാം സ്ഥാനം ഞങ്ങൾ നൽകുന്നത് മീനം രാശിക്കാണ്. മീനം രാശി എന്ന് പറയുമ്പോൾ പൂരുട്ടാതി അവസാന പാദം, ഉത്രട്ടാതി രേവതി. ഇവർക്ക് സൂര്യൻ വരുന്നത് 6ാം ഭാവത്തിലാണ്. ഓക്കെ, അപ്പോൾ മേൽപ്പറഞ്ഞ നേട്ടങ്ങൾക്ക് പുറമെ ഇവർക്ക് തൊഴിൽപരമായിട്ടുണ്ടായിരുന്ന ശത്രു ശല്യം കുറയും. ശത്രുവിന്മേൽ പ്രൊഫഷണൽ രീതിയിൽ, അത് ഉദ്യോഗസ്ഥന്മാരായാലും ബിസിനസ്സുകാരായാലും തൊഴിൽപരമായിട്ട് നിങ്ങളുടെ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും ശത്രുഭാവത്തിൽ നിൽക്കുന്ന ആൾക്കാർക്ക് പരാജയം സംഭവിക്കുകയും കുറഞ്ഞ വർഷം അവരുടെ ശത്രുത കുറയുകയും ചെയ്യും. അതാണ് മീനൻ രാശിക്കാർക്ക് പ്രത്യേകമായിട്ട് കിട്ടുന്ന ഒരു ആനുകൂല്യം. സൂര്യൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും അവർക്ക് കിട്ടും. സ്പെഷ്യലായിട്ട് അവർക്ക് കിട്ടുന്നത്
ഈ ശത്രുശല്യം കുറയും. ഓക്കെ. പിന്നെ മീനം രാശിക്കാർക്ക് ഇവിടെ ചിങ്ങമാസത്തിൽ ശനി പ്രതികൂലമാണ്, ജന്മശനിയാണ്. ചൊവ്വ പ്രതികൂലമാണ്, സർപ്പവും പ്രതികൂലമാണ്. ഓക്കെ. അപ്പോൾ ചൊവ്വാഴ്ച നിങ്ങൾ മുരുകന്, സുബ്രഹ്മണ്യന് പാലഭിഷേകം അല്ലെങ്കിൽ ഭസ്മാഭിഷേകം നടത്തുക. ചൊവ്വാഴ്ച ദിവസം ഓം വജസ്ഭുവേ നമ എന്ന മന്ത്രം ചൊല്ലുകയും അതുപോലെ തന്നെ സുബ്രഹ്മണ്യൻ്റെ ശതനാമാവലി അല്ലെങ്കിൽ സഹസ്രനാമാവലി ചൊല്ലുക. പിന്നെ എല്ലാ ദിവസവും ശിവക്ഷേത്രത്തിലും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളും ദർശനം നടത്തുക. ശനിയാഴ്ച വ്രതമെടുത്ത്, കാരണം ജന്മശനിയാണ്, വ്രതമെടുത്ത് ശനിയാഴ്ച ശിവന് ജലധാര, അയ്യപ്പന് നീരാഞ്ജനം, ശനിക്ക് എള്ളുവിളക്ക് തുടങ്ങിയ വഴിപാടുകൾ നടത്തുക. പിന്നെ ഇവർക്ക് പ്രധാനമായിട്ടും സൂര്യനെ കൂടാതെ 5-ാം ഭാവത്തിലാണ് വ്യാഴം, അനുകൂലമാണ്. സർവവിധ സൗഭാഗ്യം, വിവാഹം കാത്തു നിൽക്കുന്ന യുവതികൾക്ക് അനുകൂലമായിട്ടുള്ള നേട്ടങ്ങൾ, പ്രണയജീവിതം സഫലമാവും, ദാമ്പത്യ ജീവിതം കൂടുതൽ ഊഷ്മളമാവും. അങ്ങനെയൊക്കെയുള്ള നേട്ടങ്ങളാണ് മീനം രാശിക്കാർക്ക് വരുന്നത്. ഇനി ഞങ്ങൾ 3-ാം സ്ഥാനം നൽകുന്നത് വൃശ്ചികം രാശിക്കാണ്. വൃശ്ചികം രാശി എന്ന് പറയുമ്പോൾ വിശാഖം, അവസാന പാദം, അനിഴം, തൃക്കേട്ട. വൃശ്ചികം രാശിക്ക് സൂര്യനെ കൂടാതെ വ്യാഴം, ശുക്രൻ ഇവ അനുകൂലമാണ്. പ്രതികൂലമായിട്ട് ചൊവ്വ മാത്രമാണുള്ളത്. അപ്പോൾ ചൊവ്വ പ്രതികൂലമാകുമ്പോൾ നമ്മൾ ചൊവ്വാഴ്ച പറ്റുമെങ്കിൽ വ്രതമെടുത്ത് മുരുകന് വഴിപാട് നടത്തുക, പാലഭിഷേകം അല്ലെങ്കിൽ ഭസ്മാഭിഷേകം. പിന്നെ ഇവർക്ക് മേൽപ്പറഞ്ഞ നേട്ടങ്ങൾക്ക് പുറമേ ഇവർക്ക് സൂര്യൻ ഇവർക്ക് 10-ാം ഭാവത്തിൽ, കർമ്മഭാവത്തിൽ വരുന്നതുകൊണ്ട് തൊഴിൽ രംഗത്ത് വലിയ തിരക്ക് പിടിച്ച ഒരു അവസ്ഥയായിരിക്കും. പക്ഷേ ആ തിരക്കിൽ നിന്ന് നിങ്ങൾക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. അതാണ് സൂര്യൻ്റെ പ്രധാനപ്പെട്ട അനുഗ്രഹങ്ങൾക്ക് പുറമെ സ്പെഷ്യലായിട്ട് വൃശ്ചികം രാശിക്കാർക്ക് കിട്ടുന്നത്. ഓക്കെ. ഇനി ഞങ്ങൾ 2-ാം സ്ഥാനം നൽകുന്നത് മിഥുനം രാശിക്കാർ. മിഥുന രാശിക്കാണ്. മകയിരം അവസാന 2 പാദം, തിരുവാതിര, പുണർദം ആദ്യം 3 പാദം. മിഥുനം രാശിക്ക് 3-ാം ഭാവത്തിലാണ് സൂര്യൻ വരുന്നത്. 3-ാം ഭാവം സൂചിപ്പിക്കുന്നത് കുടുംബം, മനസ്സ്, സഹോദരങ്ങൾ, സുഹൃത്തുക്കൾ എന്ന് പറയുമ്പോൾ കുടുംബജീവിതം കൂടുതൽ ഊഷ്മളമാവും. അതുപോലെ തന്നെ മാനസികമായിട്ട് നിങ്ങൾക്ക് ഒരു പ്രത്യേക ഊർജം ഉടലെടുക്കും. പിന്നെ സഹോദരങ്ങളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും സഹായങ്ങൾ പ്രതീക്ഷിക്കാം. അതുകൂടാതെ മിഥുനം രാശിക്ക് വ്യാഴവും ബുധനും അനുകൂലമാണ്, ധനസ്ഥാനത്ത് വയ്ക്കുന്നു. അപ്പോൾ ധനവരവ് കൂടിയിരിക്കും സൂര്യനെ കൂടാതെ. പിന്നെ ഭാഗ്യപരീക്ഷണങ്ങളിൽ ഇവർക്ക് സാധ്യതയുണ്ട്. കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ചയുണ്ടാവും. പിന്നെ ചൊവ്വയും ശനിയും പ്രതികൂലമാണ്. അപ്പോൾ അപകടങ്ങൾ കരുതിയിരിക്കുക. ചൊവ്വാഴ്ച മുരുകന് വഴിപാട് നടത്തുക. ശനിയാഴ്ച ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാട് നടത്തുക. മിഥുനം രാശിക്ക് അവരുടെ സൂര്യനെ കൂടാതെയുള്ള അനുഗ്രഹങ്ങളും ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഏറ്റവും കൂടുതൽ നേട്ടം ഉണ്ടാകുന്നത് തുലാം രാശിക്കാർക്കാണ്. തുലാം രാശി എന്ന് പറയുമ്പോൾ ചിത്തിര അവസാന 2 പാദം, ചോതി, വിശാഖ ആദ്യം 3 പാദം. തുലാം രാശിക്കാർക്ക് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ ചിങ്ങമാസം പൊതുവെ പ്രതികൂലമായിട്ട് ഒരു ഗ്രഹവും ഇല്ല. അതാണ് ഇവരുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. കൂടാതെ സൂര്യനെ കൂടാതെ സർപ്പം, ശിഖി, ശനി, ബുധൻ, ശുക്രൻ ഇവ അനുകൂലമാണ്.
അപ്പോൾ ഇവർക്ക് സൂര്യൻ്റെ പ്രധാനപ്പെട്ട നേട്ടങ്ങൾക്ക് പുറമേ ഇവർക്ക് 11ാം ഭാവത്തിൽ ലാഭസ്ഥാനത്താണ് സൂര്യൻ വരുന്നത് ചിങ്ങമാസം. അപ്പോൾ തുലാം രാശിക്കാർക്ക് അതുകൊണ്ട് സൂര്യനുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാവിധ സൗഭാഗ്യങ്ങളും നിങ്ങൾക്ക് കിട്ടും. അതായത് ഒരു മനുഷ്യന് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം ഏറ്റവും കൂടുതൽ തുലാം രാശിക്കാർക്ക് കിട്ടുന്നത് ചിങ്ങമാസമാണ്. ഓക്കെ, അപ്പോൾ സൂര്യനെ കൂടാതെ ഇവർക്ക് ശനി അനുകൂലമാണ്. സർവകാര്യ വിജയം, ഏത് കാര്യത്തിനും ഒരു വിജയ സാധ്യത നിലനിൽക്കുന്നു. പിന്നെ ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യതയുണ്ട്. കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ച വരും. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവുണ്ടാവും. അപ്പോൾ പൊതുവെ ഈ 4 രാശിക്കാർക്കാണ് പ്രധാനമായിട്ടും സൂര്യൻ്റെ രാശിമാറ്റം ഏറ്റവും കൂടുതൽ അനുകൂലമായിട്ട് വരുന്നത്. ബാക്കി രാശിക്കാർ വിഷമിക്കുകയൊന്നും വേണ്ട. മറ്റ് ഗ്രഹങ്ങളുടെയും സൂര്യൻ്റെ തന്നെ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങളും സൂര്യൻ്റെ രാശിമാറ്റം കൊണ്ട് സംഭവിക്കുക തന്നെ ചെയ്യും. വെളിച്ചച്ചാലിൻ്റെ മുഴുവൻ പ്രേക്ഷകർക്കും സർവകാര്യ വിജയം, സർവവിധ സൗഭാഗ്യം, രാജകീയ സുഖഭോഗങ്ങൾ, അപ്രതീക്ഷിത ധനലാഭങ്ങൾ, അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ഇവ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ച് തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു. നമസ്കാരം, ശുഭദിനം.